ശാന്തി. പരമാത്മാ ശിവബാബ എൻ്റെ അവകാശിയാണ്. ശിവബാബയെ എൻ്റെ അവകാശി രൂപത്തിൽ ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാവാണ്, ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതാണ്. മസ്തകമധ്യത്തിൽ ഒരു തിളങ്ങുന്ന പ്രകാശബിന്ദു. ഇപ്പോൾ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ മറ്റൊരു തേജോമയ പ്രകാശബിന്ദു പരമാത്മാ ശിവബാബയെ ഞാൻ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. അതിതേജസ്വി പ്രേമമായ ബാബ എന്നോട് സ്നേഹത്തോടെ പറയുന്നു, കുട്ടി, നീ എന്നെ സ്വന്തം അധികാരിയാക്കൂ. ഞാൻ നിന്റേതാണ്. നിന്റെ സർവസ്വവും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. ട്രസ്റ്റിയായി പരിപാലിക്കൂ. ഈ ഒരു ജന്മത്തിൽ നീ എന്നിൽ അർപ്പിതമാകൂ. എങ്കിൽ 21 ജന്മത്തിൽ ഞാൻ നിന്റെ മേലെ അർപ്പിതമാകുകയാണ്. ആരെയാണോ മുഴുവൻ ലോകവും ഈശ്വരൻ എന്ന് പറയുന്നത്, അതേ ഭഗവാൻ പറയുകയാണ്, ഞാൻ നിന്റേതാണ്. ഞാൻ ആത്മാ പരമാത്മാവിനെ എൻ്റെ കുട്ടിയായി, എൻ്റെ അധികാരിയാക്കുന്നു. ഈ ശരീരവും മനസ്സും ധനവും സർവ്വതും ബാബയുടേതാണ്. ഇപ്പോൾ ഒരു ചിന്തയോ ഭയമോ ഇല്ല. കാരണം എൻ്റെ അധികാരി സ്വയം ഭഗവാനാണ്. ബാബ ഓരോ ചുവടിലും ഓരോ പരിതസ്ഥിതിയിലും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ബാബയുടെ സംഘത്തിലുണ്ടാകുന്നു. ബാബ എൻ്റെ ജീവൻ സാക്ഷിയാണ്, ആശ്രയമാണ്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ആരെയാണോ ലോകം അമ്പലങ്ങളിലും മറ്റും അന്വേഷിക്കുന്നത്, ആ ഭഗവാൻ എൻ്റെ അവകാശിയാണ്. പരമാത്മാ ശിവബാബയെ എൻ്റെ അവകാശിയാക്കി ബാബ എന്നെ സമ്പന്നമാക്കി. ജ്ഞാനരത്നം, ശക്തി, സുഖം, പ്രേമം, 21 ജന്മങ്ങളുടെ രാജ്യപദവി എനിക്ക് സർവ്വതും നൽകി. ബാബ പറയുന്നു, ഞാനിപ്പോൾ പ്രത്യക്ഷത്തിൽ ഈശ്വരീയ കുടുംബത്തിലേതാണെന്ന്. ഞാൻ സംഗമയുഗത്തിൽ ബാബയെ എൻ്റെ അവകാശിയാക്കി ശരീരം, മനസ്സ്, ധനം ഇവ കൊണ്ട് അർപ്പിതമായി 21 ജന്മത്തേക്ക് മുഴുവൻ സമ്പത്തും പ്രാപ്തമാക്കുന്നു. എൻ്റെ പഴയതെല്ലാം ബാബയ്ക്ക് സമർപ്പിച്ച് അതിനു പകരമായി 21 ജന്മത്തേക്ക് മുഴുവൻ സമ്പത്തും എടുക്കുന്നു. ബാബ 3-ാം നേത്രം തന്നിരിക്കുന്നു. ഇതിലൂടെ ഞാൻ ബാബയെയും ബാബയുടെ രചനയുടെ ആദി, മധ്യ, അന്ത്യത്തെയും അറിയുന്നു. ദേഹ അഹങ്കാരം അഥവാ 5 വികാരങ്ങളാൽ എല്ലാവരും അന്ധകാരത്തിലാണ്. സദ്ഗുരു ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകി അജ്ഞാന അന്ധകാരത്തെ വിനാശമാക്കി.
ബാബ സംഗമയുഗത്തിൽ വന്ന് പുതിയ ലോകത്തേക്ക് വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു, സ്വർഗം രചിക്കുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണ്, അതിനാൽ തീർച്ചയായും ഞാൻ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഈ സഹജ രാജയോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും എനിക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു. ഞാൻ ബുദ്ധിവാനായിത്തീരുന്നു. ജ്ഞാനനേത്രം അഥവാ ഉൾക്കാഴ്ച ലഭിക്കുന്നു. ഇതിലൂടെ ബാബയെയും രചനയെയും അറിയുന്നു. ബാബയുടെ മഹിമ പാടുന്നു. അങ്ങ് മാതൃപിതാവാണ്, ഞാൻ അങ്ങയുടെ സന്താനമാണ്. അങ്ങയുടെ കൃപയാൽ എനിക്ക് സ്വർഗത്തിൻ്റെ അളവറ്റ സുഖം പ്രാപ്തമായിരുന്നു. ബുദ്ധിയോഗം എത്രത്തോളം പൂർണ്ണമായ രീതിയിൽ ബാബയോട് വയ്ക്കുന്നുവോ അത്രയും ധാരണയുണ്ടാകുന്നു. കാലന്റെയും കാലനായ ബാബ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നു. ഈ പഠിപ്പ് രാജ്യപദവിക്കു വേണ്ടിയുള്ളതാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഭഗവാനെ ഓർമ്മിക്കുന്നു. നരകത്തിന്റെ വിനാശം ചെയ്യിപ്പിച്ച് എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റുന്നു. ബാക്കി എല്ലാ ആത്മാക്കളെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ അച്ഛൻ്റെ കുട്ടിയായി സമ്പത്തെടുക്കുന്നു. ദേഹസഹിതം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാബയ്ക്ക് നൽകുന്നു. ബാബയുടേതെല്ലാം എൻ്റേതുമായി തീരുന്നു. ബാബ ആത്മാവിനെയും ശരീരത്തെയും പവിത്രമാക്കി രാജ്യപദവി നൽകുന്നു. ഞാൻ കേവലം ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നു. മായയിൽ നിന്നും സ്വയത്തെ രക്ഷിക്കുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് ശ്രേഷ്ഠമായി മാറുന്നു. മാതൃപിതാവിൻ്റെ ഹൃദയസിംഹാസനധാരിയായി മാറുന്നതിന് വേണ്ടി സ്വയത്തെ യോഗ്യനാക്കുന്നു. പവിത്രത ധാരണ ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സംഗമയുഗത്തിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന ഡബിൾ പ്രാപ്തിയുടെ അധികാരിയാകുന്നു. അതീന്ദ്രിയ സുഖത്തിൽ ശാന്തിയും സുഖവും അടങ്ങിയിരിക്കുന്നു. ഇപ്പോഴുള്ള പ്രാപ്തി മുഴുവൻ കൽപ്പത്തിലും പിന്നീടൊരിക്കലും ലഭിക്കില്ല. അതിനാൽ ഞാൻ ഡബിൾ പ്രാപ്തിയുടെ അധികാരിയാകുന്നു. പരസ്പരം സംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ട് അതുമായി യോജിച്ചു പോവുക, ഇതാണ് ഉന്നതിക്കുള്ള മാർഗം. ഓം ശാന്തി.